മലയാളികളുടെ അടുക്കളയിൽ നിത്യവും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായ മഞ്ഞൾപ്പൊടിയിൽ മാരകമായ രീതിയിൽ മായം കലർത്തുന്നതായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ FSSAIയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കറികൾക്ക് ആകർഷകമായ നിറവും സവിശേഷമായ രുചിയും നൽകാൻ മാത്രമല്ല, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന മികച്ചൊരു ഔഷധമായി കൂടിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി നിത്യജീവിതത്തിൽ കാണുന്നത്. എന്നാൽ ജനങ്ങളുടെ ഈ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് വിപണിയിൽ വൻതോതിൽ ലാഭമുണ്ടാക്കാൻ വേണ്ടി ചില മാഫിയകൾ ശുദ്ധമായ മഞ്ഞൾപ്പൊടിയിൽ മഞ്ഞ കളിമണ്ണ് വ്യാപകമായി കലർത്തുന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ. നമ്മുടെ നിത്യേനയുള്ള ആഹാരക്രമത്തിന്റെ ഭാഗമായ ഒരു സുഗന്ധ വ്യഞ്ജനത്തിൽ ഇത്തരം കടുത്ത സുരക്ഷാ ലംഘനങ്ങൾ നടക്കുന്നത് പൊതുജനാരോഗ്യത്തിന് വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ലാഭക്കൊതി മൂത്ത വ്യാപാരികൾ പാക്കറ്റുകളിൽ ലഭ്യമാകുന്ന മഞ്ഞൾപ്പൊടിയുടെ തൂക്കവും അളവും കൃത്യമായി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം മാരകമായ കളിമണ്ണുകൾ പൊടിയുടെ രൂപത്തിൽ ഇതിൽ വൻതോതിൽ കലർത്തുന്നത്. ആദ്യ കാഴ്ചയിൽ സാധാരണക്കാരന് വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം മഞ്ഞൾപ്പൊടിയുടെ അതേ നിറത്തിലും രൂപത്തിലുമാണ് ഈ കളിമണ്ണ് വിപണിയിൽ എത്തിക്കുന്നത്. നാം പണം കൊടുത്തു വാങ്ങുന്ന ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഇത്തരം രാസവസ്തുക്കളും അന്യവസ്തുക്കളും കറികളിലൂടെയും മറ്റു ഭക്ഷണങ്ങളിലൂടെയും നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് നേരിട്ടാണ് പ്രവേശിക്കുന്നത്. പവിത്രമെന്ന് നാം കരുതുന്ന അടുക്കളകളിൽ നിന്നു തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ മാരകമായ വിഷാംശം കലരുന്ന സാഹചര്യം വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. നാം കഴിക്കുന്ന ആഹാരത്തിൽ മഞ്ഞൾപ്പൊടിയോടൊപ്പം ഈ കളിമണ്ണ് കൂടി നിരന്തരമായി ശരീരത്തിനുള്ളിലേക്ക് ചെല്ലുമ്പോൾ അത് ഗുരുതരമായ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് മനുഷ്യ ശരീരത്തെ നയിക്കുന്നത്. ദഹന പ്രക്രിയയെ പൂർണ്ണമായും തകിടം മറിക്കുന്നതും ആമാശയ സംബന്ധമായ വിട്ടുമാറാത്ത അസുഖങ്ങൾക്കും ഇത് കാരണമാകുന്നു. മനുഷ്യ ശരീരത്തിന് ഒട്ടും ദഹിപ്പിക്കാൻ കഴിയാത്ത ഇത്തരം മൺതരികൾ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത് വഴി ദീർഘകാലാടിസ്ഥാനത്തിൽ വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും മാരകമായ അവയവ തകരാറുകളിലേക്ക് വഴിമാറുകയും ചെയ്യും. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ മായം തലമുറകളുടെ ആരോഗ്യത്തെയാണ് പതുക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യാതൊരുവിധ പണച്ചെലവുമില്ലാതെ നമ്മുടെ അടുക്കളയിലുള്ള മഞ്ഞൾപ്പൊടിയിൽ ഇത്തരം കളിമണ്ണ് ചേർത്തിട്ടുണ്ടോ എന്ന് വെറും 1 മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. ഇതിനായി സുതാര്യമായ ഒരു ഗ്ലാസ് എടുത്ത് അതിൽ പൂർണ്ണമായും ശുദ്ധമായ വെള്ളം നിറയ്ക്കണം. അതിലേക്ക് നമ്മൾ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ നിന്നും 1 സ്പൂൺ എടുത്ത് വെള്ളത്തിലിട്ട് നന്നായി ഇളക്കി ചേർത്തതിനു ശേഷം കുറച്ചു സമയം യാതൊരു ചലനവുമില്ലാതെ മാറ്റിവെക്കുക. മഞ്ഞൾപ്പൊടി പൂർണ്ണമായും ശുദ്ധമാണെങ്കിൽ അത് വെള്ളത്തിൽ തുല്യമായി അലിഞ്ഞു ചേരുകയും വെള്ളത്തിന് ആകമാനം നേർത്ത മഞ്ഞ നിറം നൽകുകയും ചെയ്യും. എന്നാൽ ഇതിൽ മഞ്ഞ കളിമണ്ണാണ് ചേർത്തിട്ടുള്ളതെങ്കിൽ കളിമണ്ണ് വെള്ളത്തിൽ ലയിക്കാത്ത പദാർത്ഥമായതുകൊണ്ട് തന്നെ ഗ്ലാസിന്റെ അടിത്തട്ടിൽ കട്ടിയുള്ള അവശിഷ്ടമായത് അടിഞ്ഞുകൂടുന്നത് നിങ്ങൾക്ക് കൃത്യമായി കാണാൻ സാധിക്കും. നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിനും വിപണിയിലെ ഇത്തരം മായം ചേർക്കൽ ചൂഷണങ്ങളിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടുന്നതിനും ഈ ലളിതമായ പരിശോധന ഉടൻ തന്നെ സ്വന്തം വീടുകളിൽ ചെയ്തു നോക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുന്നത് നമ്മുടെ നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ നിർണായകമായ ഭക്ഷ്യസുരക്ഷാ വിവരം കേവലം ഒരു വാർത്തയെ തള്ളിക്കളയാതെ കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവരുടെ ജീവനും ആരോഗ്യവും സംരക്ഷിക്കുന്നതിനായി ഈ വീഡിയോ യാതൊരു മടിയും കൂടാതെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക.